നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഹരി മരുന്നുകളുടെ ഉപയോഗം കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന ചോദ്യവും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് മുൻപ് നടത്തുന്ന സംഭവ വികാസങ്ങളും ഞെട്ടലുകൂടിയല്ല നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഓരോ വീട്ടിലും ഒരു കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ വീട്ടിലും ഓരോ ലഹരി മരുന്നുകളുടെ ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി പലരും കച്ചകെട്ടി ഇറങ്ങുന്നതിന്റെ കൂടി തെളിവുകളാണ് ഇത് എന്ന് വ്യക്തമാക്കുകയാണ്. മലയാളികൾ എന്തും ആരും വിശ്വസിച്ച് നൽകിയാലും വാങ്ങിക്കഴിക്കുവാനും വാങ്ങുവാനും അതിന്മേലുള്ള ഉന്മാദത്തിൽ ആനന്ദം കണ്ടെത്തുവാനും മടിക്കാത്തവരാണ് പലരും. അതുകൊണ്ട് തന്നെ പലരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടലോടുകൂടി ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. കുറച്ചൊക്കെ തമാശയൊക്കെ തോന്നിയിരുന്നുവെങ്കിലും ഒരാൾ മരിച്ച വാർത്ത കൂടിയായിരുന്നു അത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളായി ഈ ഒരു വാർത്ത മാറുകയുണ്ടായി. സത്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടലോടുകൂടിയല്ല നമുക്ക് കാണാനും കേൾക്കുവാനും സാധിക്കുകയില്ല. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഷാനിദ് എന്ന ചെറുപ്പക്കാരൻ പോലീസിനെ കണ്ട ലഹരി മരുന്നുകൾ ഒളിപ്പിച്ചിരുന്ന 3 പാക്കറ്റുകൾ വിഴുങ്ങിയതിനെ തുടർന്ന് മരണമടഞ്ഞിരുന്നു. ഇപ്പോൾ ഈ 28 വയസ്സുകാരന്റെ വയറ് കീറി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അമിത അളവിൽ ലഹരി അകത്തു ചെന്നതാണ് ഈ ഷാനിദിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലഹരി പാക്കറ്റുകൾ വിഴുങ്ങിയതും അതിനെ തുടർന്ന് ഒരു പാക്കറ്റ് പൊട്ടിയതുമാണ് ഇതിനെല്ലാത്തിനും കാരണമായി മാറിയിരിക്കുന്നത്. ലഹരി പാക്കറ്റുകൾ വിഴുങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കോടാഞ്ചേരി മൈക്കാവ് കരിമ്പാലക്കുന്ന് അമ്പായത്തോട് ഇയാടൻ ഹൌസിൽ AS ഷാനിദ് എന്ന 28 വയസ്സുകാരൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ ഷാനിദിന്റെ ശരീരത്തിൽ നിന്ന് 2 പാക്കറ്റുകളാണ് കണ്ടെത്തിയത്. ഒരു പാക്കറ്റിലുള്ള 9 ഗ്രാം കഞ്ചാവ് വയറിനുള്ളിൽ നിന്ന് കിട്ടി. മറ്റൊരു പാക്കറ്റിലെ ലഹരി പൂർണ്ണമായി രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ ഇത് MDMA ആണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുകയും ചെയ്തിരുന്നു. രാവിലെ 10ഓടുകൂടിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയത്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ മരിച്ചതിനാൽ തന്നെ കുന്ദമംഗലം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ഉച്ചയ്ക്ക് 1:30ഓടുകൂടിയാണ് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തെ കണ്ട് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റുകൾ വിഴുങ്ങി എന്നായിരുന്നു ആദ്യം പുറത്തുവരുന്ന വാർത്തകൾ. ഇത് സത്യമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഈ ലഹരി MDMA ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ താൻ MDMA വിഴുങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ 28 വയസ്സുകാരൻ ഈ ഷാനിദ് തന്നെയാണ്. അതിലെ ഒരു പാക്കറ്റ് പൂർണ്ണമായും പൊട്ടി രക്തത്തിൽ പൂർണ്ണമായും അലിഞ്ഞു ചേരുകയായിരുന്നു. വയറിൽ എത്തിയപ്പോൾ തന്നെയാണ് ഈ പാക്കറ്റ് പൊട്ടിയത്. പൂർണ്ണമായും അലിഞ്ഞു ചേരുകയായിരുന്നു ഉണ്ടായിരുന്നത്. ലഹരിയുടെ അളവ്, രക്തത്തിലുള്ള ലഹരിയുടെ അളവ് കൂടിപ്പോയതാണ് പ്രശ്നമായി മാറിയത്. സത്യത്തിൽ ഇയാൾ നടന്നു പോകുന്നത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, ഇയാൾ ഒരു കൂസലുമില്ലാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരുന്നു. പിന്നാലെയാണ് ഇയാൾ കുഴഞ്ഞു വീണത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പോലീസിനോട് ഇയാൾ തന്നെയാണ് താൻ ഈ പാക്കറ്റുകൾ വിഴുങ്ങിയിരിക്കുകയാണെന്ന് ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. തുടർന്നാണ് പോലീസ് സംഘം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ചികിത്സയിൽ കഴിയുന്നിടയിലാണ് ഇയാൾ മരണമടയുന്നത്. കാരണം ഈ മരുന്നിനോ അല്ലെങ്കിൽ അത്തരം മെഡിക്കൽ സാധ്യതകൾക്കൊന്നും തന്നെ രക്ഷിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ രക്തത്തിൽ പൂർണ്ണമായും ഈ ലഹരി അലിഞ്ഞു ചേർന്നിരിക്കുകയായിരുന്നു. അതാണ് മരണകാരണമായി മാറിയിരിക്കുന്നത്. മാത്രമല്ല ഈ പ്ലാസ്റ്റിക് കവർ സഹിതമാണ് വിഴുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം തന്നെ ഇയാൾ അനുഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്ലാസ്റ്റിക് കവർ അടക്കമുള്ളവ വയറിൽ നിന്ന് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറും ഒക്കെ ലഭിച്ചിരുന്നു. 3 പാക്കറ്റുകളും ലഭിച്ചിരുന്നു. മാത്രമല്ല 9 ഗ്രാം ലഹരി മരുന്ന് അതിൽ അലിഞ്ഞു ചേരാതെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് പൂർണ്ണമായും ഈ ശരീരത്തിലേക്ക് പൂർണ്ണമായി രക്തത്തിലേക്ക് അലിഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര ഗ്രാമാണ് അലിഞ്ഞത് എന്നടക്കമുള്ള വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇയാൾ മറ്റ് പല കേസുകൾ, കഞ്ചാവുമായി ബന്ധപ്പെട്ട്, ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഇയാൾ പ്രതി കൂടിയാണ് എന്നുള്ളതാണ്. ഗൾഫിലായിരുന്ന ഷാനിദ് 4 വർഷമായി നാട്ടിലെത്തിയിട്ടുണ്ട്. ഷാനിദ് ലഹരിക്കടിമയും മയക്കുമരുന്ന് കച്ചവട റാക്കറ്റിലെ കണ്ണിയുമാണ് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. നേരത്തെ കഞ്ചാവ് ഉപയോഗിച്ചതിനും കേസുകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. ഈ ഖബറടക്കമൊക്കെ തന്നെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. കുന്ദമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് M ആതിര
താമരശ്ശേരി തഹസിൽദാർ കെ ഹരീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ നടന്നത്. അതേസമയം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ ഷാനിദിന്റെ ശരീരത്തിൽ കലർന്നത് MDMA ആണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെയാണ് മൃതദേഹം വീട്ടിൽ എത്തിയത്. രാവിലെ 10 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചതിനാൽ തന്നെ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ മാത്രമേ ഈ മറ്റ് നടപടികൾ പൂർത്തീകരിക്കാനായി കഴിയുകയുള്ളൂ. ഷാനിദ് മരിക്കാനിടയായത് സംബന്ധിച്ച് ഈ പേരാമ്പ്ര DYSP VV ലതീഷ് അന്വേഷിക്കുന്നുണ്ട്. ഗൾഫിലായിരുന്ന ഷാനിദ് 4 വർഷമായി നാട്ടിലെത്തിയിരുന്നു. ഷാനിദ് ലഹരിക്കടിമയും മയക്കുമരുന്ന് കച്ചവട റാക്കറ്റിലെ പ്രധാന കണ്ണിയും കൂടിയാണ്. നേരത്തെയും ഇത്തരം പല കേസുകളിൽ ഇയാൾ അകപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് പ്ലാസ്റ്റിക് കവർ സഹിതം വിഴുങ്ങി അവശനിലയിൽ കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ശനിയാഴ്ച പകൽ 11:20 ഷാനിദിന്റെ മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ട് നൽകിയത്. എന്തായാലും ബന്ധുക്കളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ളത് ലഹരിയുടെ ആസക്തിയിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.